അതെ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇന്ന് തന്നെ പോയി കാണാനായിട്ടുള്ള ചേതാവികാരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ജാനകി വി എന്നൊക്കെ ആക്കി എന്നൊക്കെ പറഞ്ഞു. അത് എന്താണ് ഈ സിനിമയിലെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ജാനകി എന്നുള്ള പേര്. അത് ജാനകി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഡയലോഗൊക്കെ വരുമ്പോഴേ അവിടെ ജാനകിന്ന് മ്യൂട്ട് ചെയ്യും, പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവിടെ തൊട്ടോ തുടർന്ന് വരത്തുള്ളൂ. ഇവന്മാർ മനസ്സിലിരിപ്പം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് CBFCയുടെ, അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയ്യോ ആരടാ ഞങ്ങളുടെ സീതാദേവിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് കുറേ ഹിന്ദുക്കളൊക്കെ പോയി ഇവിടെ ഭയങ്കര വർഗീയ ലഹള ഉണ്ടാക്കുമെന്നൊക്കെ ഓർത്താണോ ഇവന്മാർ ഇതൊക്കെ കട്ട് ചെയ്യിക്കുന്നത്? എന്തോന്നാണ് ഇതൊക്കെ? ഇത് ഭയങ്കര വല്ലാത്ത ചിന്താഗതി തന്നെയാണല്ലോ. അപ്പം എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതി ഞാൻ സിനിമയുടെ അഭിപ്രായം കൂടെ പറഞ്ഞേക്കാം. വലിയ കഥയൊന്നുമില്ല. അതായത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 90കളിൽ ഇറങ്ങേണ്ട ഒരു സിനിമ അത് റിലീസ് ചെയ്യാൻ പറ്റാതെ ഇത് പെട്ടിയിലായെന്ന് വെച്ചു. അതിനുശേഷം 2025 ഇത് റിലീസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇതിപ്പോൾ കാലഘട്ടം മാറിയെങ്കിൽ 2025 2025 നമ്മൾ ഒരുപാട് പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞതിന് ശേഷം മലയാളികളുടെയൊക്കെ സിനിമയുടെ കാഴ്ചപ്പാടെല്ലാം മാറി. ഉള്ള കൊറിയൻ പടവും അതും ഇതുമെല്ലാം കണ്ടിട്ട് ആൾക്കാർ പലതും ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ അതുപോലെ ലോജിക്കലായിട്ട് ചിന്തിക്കണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളെ ചിന്താഗതി മാറിയില്ലേ? ഇത് പണ്ടത്തെ ഏതാണ്, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പോകും. പിന്നെ കുറേ പാട്ടുകൾ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ ഈ കേസിൻ്റെ പുറകെ നടക്കുമ്പോഴും എന്ത് പാട്ട്. ഇപ്പോഴത്തെ സിനിമയിലൊന്നും അങ്ങനെയൊന്നും പാട്ടുകളൊന്നും ആവശ്യമില്ലാതെ കുത്തിക്കയറ്റി വെക്കാറൊന്നും ഇല്ലടേ. ഇതൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോയി. നിങ്ങൾ എവിടെ ഇരുന്നോണ്ട് ഈ സിനിമ എഴുതിയത്? പിന്നെ അതുപോലെ തന്നെ ഒരാവശ്യമില്ലാതെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതെനിക്ക് പിടികിട്ടുന്നില്ല. എന്തിനാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം കുത്തിക്കയറ്റി വെച്ച്? കാരണം ഇതിനകത്ത് പല ഡയലോഗുകളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എതിരെ, അതായത് ആ കഥയായിട്ട് അത്രയ്ക്ക് ഒരു ബന്ധവുമില്ല. എന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറച്ച് കുറ്റം പറഞ്ഞേക്കാം. ഇത് സിനിമയല്ലേ? അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ രാഷ്ട്രീയത്തിന് കുത്തിക്കയറ്റി വെക്കുന്നത് സുരേഷ് ഗോപി തന്നെ എഴുതി കൊടുത്താണോ? പിന്നെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് തള്ളി മാറ്റിയിട്ട് ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ പുള്ളി യഥാർത്ഥ ജീവിതത്തിൽ പുള്ളി അനുഭവിച്ച കാര്യങ്ങൾ സിനിമയിലൂടെ പറയുന്നു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? പിന്നെ സുരേഷ് ഗോപിയുടെ മകനുണ്ട്, മാധവ് സുരേഷ്. ഗോകുൽ വലിയ കുഴപ്പമില്ല. ഇതിനകത്ത് മാധവ് സുരേഷാണല്ലോ. എന്തിനാണോ അയാളെയൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ചിരിക്കുന്നത്? കാരണം സുരേഷ് ഗോപി ഒരു സ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അപ്പൻ ആനപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞ മകൻ്റെ അവിടെ തഴമ്പ് വരുമോ? ഇല്ലല്ലോ. പക്ഷേ ഒരു പുള്ളി എന്നാ പറയുക, ഈ ഉദയനാണതാരൻ എന്ന് പറയുന്ന സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, കറണ്ട് അടച്ചാലും എക്സ്പ്രഷൻ വരാത്തൊരു മോഹം. അതേ സാധനം മാധവ് സുരേഷിനെ കണ്ടപ്പോഴത്തേക്കും പുള്ളി ഒരു ചായ കുടിക്കുമ്പോൾ പോലും അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പ്രഷൻ പോലും ഇല്ല. മെഴുക് പ്രതിമ നിൽക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ എന്തിനാണോ പുള്ളീനെയൊക്കെ പിടിച്ച് കയറ്റി? മൊത്തത്തിൽ ഒരു 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ 2.5 മണിക്കൂറിനകത്ത് സുരേഷ് ഗോപിയുടെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കാണുമായിരിക്കും സുരേഷ് ഗോപി. അതിൽ കൂടുതൽ സ്ക്രീൻ ടൈം എനിക്ക് തോന്നുന്നത് മാധവന് കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാ കാര്യമുണ്ട്, അതുമില്ല. പിന്നെ സുരേഷ് ഗോപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അസാമാന്യമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റുമല്ലോ. ഡയലോഗ് ഡെലിവറിയും അദ്ദേഹത്തിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. മാധവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യങ്ങളെ പറയാം. അതിനകത്ത് നമ്മൾ ഈ കടല തിന്നുമല്ലേ, നമ്മൾ കോട്ടയംകാരാണ്. കോട്ടയംകാർ കടല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കപ്പലണ്ടി എന്നായിരിക്കും പറയുന്നത് മറ്റ് ജില്ലക്കാർ. നമ്മുടെ ഈ കുമ്പിൾ കൂട്ടിയിട്ട് നമ്മൾ ഈ കടല ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കൂലേ പേപ്പറിൻ്റെ അകത്ത്, ആ കപ്പലണ്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കപ്പലണ്ടിയൊക്കെ നമ്മളിങ്ങനെ കഴിക്കുമല്ലോ, കഴിച്ച് നല്ല രുചിയായിരിക്കും. ഈ കഴിച്ച് എപ്പോഴെങ്കിലും ഇടയ്ക്കൊരു കറുത്ത കടല കിട്ടും, നമ്മളിതെടുത്ത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഇന്ന കടലയുടെ സർവ്വ രുചിയും പോവും. അതവിടെ തീർന്ന് എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിലെ ഒരു കല്ലുകടിയാണ് മാധവ് സുരേഷ്. വാചകടി ഇന്ന് അത്രയും. പിന്നെ ചിലപ്പോൾ ശരിയായി വരുമായിരിക്കും. തുടക്കത്തിൻ്റെ പിള്ളേരൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ മുടിഞ്ഞ ലാഗാടേ. ഇപ്പോൾ 2025 കാണാനും മാത്രമുള്ള സിനിമയൊന്നുമില്ല ഇതൊക്കെ. ഈ പറഞ്ഞ പോലെ 90കളിലൊക്കെ ഇറങ്ങുമായിരുന്നെങ്കിൽ ചിലപ്പം ശരിയായേനെ. അത്ര എനിക്ക് പറയാനുള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു നേരം പോക്ക്, കുറച്ച് നേരം AC-ക്കകത്തിരിക്കാം എന്നുള്ള ഇതിൽ വേണമെങ്കിൽ പോയിരുന്ന് കണ്ടോ. അല്ലാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തൊന്നുമില്ല. അത്ര വലിയ കഥയൊന്നുമില്ല. ഓക്കെ, ബൈ.